AI വന്നിട്ട് എത്ര കാലം? 1956 ജോൺ മാക്കർത്തേ പറഞ്ഞ ഒരാളാണ്. പണ്ട് മനുഷ്യന്മാര് കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്തതിന് പകരം ഇപ്പൊ കമ്പ്യൂട്ടർ മനുഷ്യനെ ട്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്. കൺവീനിയൻസ് അല്ലേ നമുക്ക് വേണ്ടത്. സാധാരണ മുമ്പുണ്ടായിരുന്ന ടിവിയിൽ നിന്ന് റിമോട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ടി വി എങ്ങനെ കൺട്രോൾ ചെയ്യാം? റിമോട്ട് വന്നത് മോശമായി എന്ന് ആരെങ്കിലും പറയും. അപ്പൊ ആരാണ് ഈ ഡോഗ്സിനെയൊക്കെ ഭയപ്പെടുക? ഡോഗിന് നമ്മളെ ടൈം ചെയ്തിട്ട് നമ്മുടെ കൂടെ ഇരിക്കാണ്ടിരിക്കുമ്പോഴാണ്. അതുപോലെ ഞാൻ എന്റെ കൈവെക്കാൻ സാധിക്കാത്ത ഒരു സംഭവമായിട്ട് AI മാറിയിട്ട് ഞാൻ അതിനെ ചൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും അടുത്ത ജനറേഷൻ. അവർ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ഹാർംഫുൾ. ഈ AI വന്നു എന്നൊക്കെ പറയണല്ലോ, ഈ ഭൂതം വന്ന എത്ര കാലമായി? ഭൂതം AI വന്നിട്ട് എത്ര കാലമായി? എനിക്ക് 1900 തൊട്ട് AI-യുടെ ഒരു 1956 ജോൺ മാക്കർത്തേ പറയുന്ന ഒരാളാണ് എങ്ങനെ മിഷനെ മനുഷ്യൻ ഇക്വലന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുമെന്നൊരു കൺസെപ്റ്റ് വന്നത്. അത് പലതിലുണ്ട്. ഇപ്പോൾ ഗൂഗിളിലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് പെട്ടെന്ന് വന്നത് ഒരു കഴിഞ്ഞ മുമ്പത്തെ വർഷം നവംബറിൽ, അത്രയൊക്കെ പ്രായപ്പെട്ടു, 2 വർഷം. പക്ഷെ ആ 2 വർഷം കൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്കാർ ലോകത്ത് ഒരു 10% കൂടാൻ 10 വർഷം മതിയെങ്കിൽ ഈ 2 വർഷം കൊണ്ട് AI ഉപയോഗിക്കുന്നവരുടെ എണ്ണം 100 മടങ്ങ് കൂടിയതാണ്. അതുകൊണ്ടാണ് ഈ ഭയം. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയം ഉണ്ടാവും. ചെറിയ കാറ്റ് നല്ലതാവും, പക്ഷെ നല്ല അടിച്ചു വരുന്ന കാറ്റ് വരുമ്പോഴും ഭയങ്കര കൺവീനിയന്റ് ആണല്ലോ AI വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങി. അറിയാതെയും അറിഞ്ഞുകൊണ്ടും പലരും യൂസ് ചെയ്യുന്ന AI-യുടെ പല വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നൊരു പ്രോഗ്രാം ഉടുപ്പിയിൽ AI തന്നെയാണ് എൻ്റെ വിഷയം. 10-100 പ്രിൻസിപ്പൽമാർ, അവർക്കൊക്കെ ഭയമാണ്. AI പഠിപ്പിക്കാൻ തുടങ്ങുന്ന 6ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് പോലെ. ഇത് ഫുൾ അറിഞ്ഞിട്ടാണോ ഈ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് വെച്ചാൽ അറിയില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇൻഫർമേഷൻ നമ്മുടെ ഫിംഗർ ടിപ്സിൽ വളരെ എളുപ്പം എന്ന് പറഞ്ഞിരുന്ന കമ്പ്യൂട്ടറിൻ്റെ കാലം വെച്ചിട്ട് എൻ്റെ വാക്കുകളിലൂടെ എനിക്ക് കിട്ടുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു അല്ലേ? ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനത്തെ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുമ്പോൾ അല്ലെ ശരിക്കും അതല്ല ഈ സമയത്ത് ഉണ്ടായത്. ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിളിൽ ചോദിച്ചിരുന്ന കാര്യം. അതെ 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 എൻ്റെ വീട്ടിൽ ഗൂഗിൾ ഹോം വന്ന സമയത്ത് ഇപ്പം വളരെ സുലഭമായിട്ട് അലക്സയാണ്. അതെ അലക്സ. നമ്മൾ പണ്ട് കാര്യങ്ങളൊക്കെ അമ്മയോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കാം. എന്ത് വശം തന്നെ അമ്മയെ അതെ അതെ എന്താ അത് ചോദിക്കാം. ഇന്നിപ്പം ആരും ചോദിക്കാറില്ല. അമ്മയടക്കം ചോദിക്കുന്നത് അലക്സയെന്ന് അല്ലെങ്കിൽ ഗൂഗിൾ ഹോം എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ചോദിക്കാം, അടുത്ത ജന്മം കുട്ടികൾ ജനിക്കുമ്പോൾ അമ്മയെ എന്ന് വിളിക്കുന്നതാണ് ആദ്യത്തെ വാക്കെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന് പകരം അലക്സ എന്ന് വിളിക്കുന്നതാണ് ആദ്യത്തെ വാക്കായിട്ട് വരിക. നമ്മൾ ദൈവമേ എന്ന് പറഞ്ഞു പോലും അറിയാണ്, അതിന് പകരം അലക്സ എന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഉത്തരം കിട്ടുന്ന ഒരു ബോക്സ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അത് ഇൻഫർമേഷൻ കറക്ഷനാണ്, ഡേറ്റയാണ് അല്ലേ? വേറെ ഒന്നുമില്ല. കുറേ ഡാറ്റ വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ. അത് കറക്റ്റ് ആണെന്നുള്ളതും തെറ്റാണ് കേട്ടോ. അതെ അതെ കറക്റ്റ്. ഞാനിപ്പോൾ ഇവിടുന്ന് ബൈ കാർ തൊട്ടടുത്ത് നിങ്ങളുടെ ഇവിടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. കാറാണ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ചോദിച്ചാൽ ഇത് 3 കിലോമീറ്റർ റൗണ്ട് അടിച്ചിട്ട് അവിടെ എത്താൻ പറയും. അതെ. പക്ഷെ എനിക്ക് നേരെ നടന്നു പോയാൽ ഒരു 30 മീറ്റർ നടക്കേണ്ട ദൂരം പോലും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ചോദിച്ചാൽ നിങ്ങളോട് 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യാൻ പറയും. കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഹൗ ടു റീച്ച് ദർ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? ആ ഓപ്ഷൻ കാർ എന്ന് അടിച്ചിട്ടാണ്, 4 വീലർ എന്ന് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൂട്ടാ കാണിക്കുക. 2 വീലർ എന്ന് വെച്ചിട്ട് അടിച്ചാലോ കുറച്ച് വേറെയുള്ള റൂട്ട് കാണിക്കും. പോകാൻ പറ്റുന്ന വഴി. അതുവഴി പോയിരുന്ന കുറേ 2 വീലർകാരൻ ആ മാപ്പ് ഉപയോഗിച്ചിട്ട് അങ്ങനെ യാത്ര ചെയ്തത് കൊണ്ട് ആ ഡാറ്റാബേസിൽ ഉള്ളത് കൊണ്ട് ഒരു 2 വീലർകാരൻ ചോദിക്കുമ്പോൾ ആൻസർ തരുന്നു. അപ്പൊ ഇങ്ങനെ കുറേ ഡാറ്റകൾ കളക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ട് അത് വെച്ച് ബാക്കിയുള്ളവർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് AI. അതിന് അതിൻ്റെതായ ബുദ്ധിയില്ല, അതിൻ്റെതായ ലോജിക്കില്ല. നമ്മൾ കൊടുക്കുന്ന ലോജിക്കാണ് അതിനകത്ത് ഇടുന്നത്. അത് ഈ കഴിഞ്ഞ 50 വർഷമായി ഇത് ഡാറ്റ ഉപയോഗിക്കാൻ, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് തുടങ്ങിയിട്ട് ചിലപ്പോൾ ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഒരു കുറച്ച് വർഷങ്ങൾ അതൊക്കെ കളക്ട് ചെയ്ത് ഡാറ്റ ഉണ്ടാക്കി. ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത്, നമ്മൾ അറിയാത്ത കുറേ കമ്പനികൾ പാരലലി ഇതിനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ChatGPT വന്നിട്ട് വിത്തിൻ 2 months ജെമിനി വന്നു. ഇപ്പൊ ChatGPT-യെക്കാളും പവർഫുൾ ആണ് ജെമിനി. ആ ഒരു കൺവീനിയൻറ്റോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളെയും മിക്സ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണ ചെയ്യാൻ പറ്റുക? സൗണ്ട്, വീഡിയോ, ഓഡിയോ. അതേപോലെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ ചോദിക്കണം എന്ന് പഠിക്കാൻ പോലും
റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതാണ്. അതെ, ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് അറിയണമെങ്കിൽ ഞാൻ മാറ്റിയും മറിച്ചും കുറേ പ്രാവശ്യം എന്നെ തന്നെ ട്രെയിൻ ചെയ്യാം. പണ്ട് മനുഷ്യന്മാർ കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്തതിന് പകരം ഇപ്പൊ കമ്പ്യൂട്ടർ മനുഷ്യനെ ട്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്. എങ്ങനെയാണ് കൃത്യമായി പ്രോംപ്റ്റ് ചെയ്യണമെന്നുള്ളത് എഞ്ചിനീയറിംഗ് ആണ് അടുത്ത. മെക്കാനിക്കൽ ആണോ, സിവിൽ ആണോ, ഇലക്ട്രിക്കൽ ആണോ, ഏത് സബ്ജക്റ്റാണ് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡിസ്കഷൻസിലും കുട്ടികളോട് പറയാറുള്ളത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ആവശ്യത. നമ്മൾ എങ്ങനെ ചോദ്യം ചോദിക്കണം എന്നറിയുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടുക, അല്ലെങ്കിൽ വല്ല ഉത്തരം കിട്ടും. അപ്പം നമ്മൾ ഈ 3 പേരും ഒരേ ആവശ്യത്തിന് നമ്മൾ എങ്ങനെ ചോദ്യം ചോദിക്കുന്നു അനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് ആൻസറാണ് വരിക എന്നറിയാം. അതെ അതെ. അപ്പം എനിക്ക് ഇതല്ല, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, ആസ്ക് അഗെയിൻ. അപ്പോൾ ആ ചോദിക്കാനുള്ള കഴിവ് എന്നിൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത കാലത്തെ വിദ്യാഭ്യാസം എന്താവണം, എങ്ങനെ ചോദ്യം ചോദിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 1 മില്യൺ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു 200 പ്രിൻസിപ്പൾക്ക് ഒരു ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കും ഒരു ചോദ്യമില്ല. കാരണം അറിയാനുള്ള ആഗ്രഹമാണ് നോളജ്. ഞാൻ പറഞ്ഞുള്ള വിദ്യാർത്ഥി എന്ന് പറഞ്ഞ വിദ്യ അർത്ഥിക്കുന്ന ഒരാളാണ്, ആഗ്രഹിച്ച് ചോദിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ എഐക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്തൊരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും വിദ്യാർത്ഥികളുടെ സ്റ്റാൻഡേർഡും അവരുടെ അറിവും ഇന്നുള്ള നോളജിനെക്കാളും ഒരു 10-15 മടങ്ങ് കൂടും. പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യവും ചിന്തിക്കുന്നില്ല അല്ലേ. ഇപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നമ്മളൊരു ക്രിയേറ്റിവിറ്റിയോ നമ്മുടെ ബ്രെയിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് മൊബൈൽ എടുത്ത് അത് ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു വർക്കിംഗ് എന്താ അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ ഡിഫറെൻ്റ് ആവുമല്ലേ. ഇപ്പം ഈ പറഞ്ഞതിൽ തന്നെ നമ്മൾ കേൾത്തിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് പാരഫ്രൈസിംഗ് എന്നുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കും. ആ പാരഫ്രൈസിംഗ് എന്ന് എന്താ അർത്ഥം? ഇതിനെ നമ്മൾ എൻ്റെ വാക്കാക്കിയിട്ട് എനിക്കെങ്ങനെ അങ്ങനെ ചോദിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഒരു കലക്ടർക്ക് വേണ്ട കഴിവ് എന്താണ്? വലിയ ജങ്ക് ഓഫ് ഫയൽസ് ഉണ്ട്, അതിനകത്തൊന്നും അതിന്റെ ക്രിസ്പ് മനസ്സിലാക്കി കൃത്യമായിട്ട് ഒരു വാക്കില് ഒരു നോട്ട് എഴുതുമ്പോഴാണ് മിനിസ്റ്റർ അതിൽ സൈൻ ചെയ്യുക. അത് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് എഴുതാൻ അയാൾ കുറേ സമയം ഉപയോഗിക്കും. ഈ ഡാറ്റ ഫുൾ എനിക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റണം. ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുന്നു, ആ മെസ്സേജ് ഫുൾ ഞാൻ വായിക്കില്ല, അത് അങ്ങനെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ജെമിനിയോടോ പിന്നെ എയോട് ചോദിക്കും ടെൽ മീ ദ ജിസ്റ്റ് ഓഫ് ഇറ്റ്. കാരണം നിങ്ങൾ വലിയ മഹാഭാരതം എഴുതിയിട്ടുണ്ടാവും, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടേ ഉണ്ട്. ഏകശ്ലോക രാമായണം, ഏകശ്ലോക മഹാഭാരതം ഉണ്ട്. നമ്മൾ നമ്മുടെ ബ്രെയിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെമ്മറീനെ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ ഇത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നില്ല. കഴിവ് കൂടുക ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ, ഇത് എ ആണെന്ന് നിങ്ങൾ ആരെ പഠിപ്പിച്ചത്? നമ്മൾ AI എന്നതിൽ എ എന്നൊരു ലെറ്റർ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് എ ആണെന്ന് നിങ്ങൾ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്തു? നമ്മൾ കിൻഡർഗാർട്ടനിൽ പഠിച്ചില്ലേ? കിൻഡർഗാർട്ടനിൽ ആരാ പഠിപ്പിച്ചത്? ടീച്ചർ. അത് എ ആണെന്ന് നിങ്ങളെ പഠിപ്പിക്കല്ലേ ചെയ്തു? ആ പഠിപ്പിച്ചാണ് നിങ്ങളുടെ നോളജ്. എ വേറൊരു തരത്തിൽ എഴുതിയിട്ട് നിങ്ങളെ പഠിപ്പിച്ചിരുന്നെങ്കിലോ? അതായിരുന്നു നിങ്ങളുടെ നോളജ്. അപ്പൊ ഈ നോളജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ പഠിപ്പിക്കാൻ നമുക്ക് ഒരു കാലത്ത് മിഷനായിരുന്നു, ഇന്ന് ഇതാണ്, നാളെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് വരിക. ഇതാണ് അവസാനം എന്നൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കമ്പ്യൂട്ടർക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ മെനു കാർഡ് നോക്കിയിട്ട് ഇന്നതാണ് വേണ്ടതെന്ന് ഓർഡർ ചെയ്യാറുണ്ടല്ലോ, ഇല്ലേ? അതുപോലെ നമ്മൾ പണ്ട് കാലത്ത് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ധാരണ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ പിക്ചർ മാക്സിമം, പിക്ചറൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഒന്നും വലിയ അത്ഭുതമായിരുന്നു പറയും. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് 8 ബിറ്റ് ഡിസ്പ്ലേ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ്. അത് ഈ 32 ബിറ്റ് എന്ന് പറഞ്ഞ് 3 കളർ മിക്സ് ചെയ്തിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം കാണിക്കുമ്പോൾ വലിയ അത്ഭുതമായിരുന്നു. അത് കാണാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ആലോചിച്ച് നോക്കണം. നെഹ്റു ആദ്യമായിട്ട് വാച്ച് അസംബിൾ ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, വാച്ച്, റിസ്റ്റ് വാച്ച്, ഇത് ഓട്ടോമാറ്റിക് അല്ല, സാധാരണ HMTയുടെ ഒക്കെ പഴയ വാച്ച് ഉണ്ടല്ലോ, ഈ കീ കൊടുക്കണം, അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ട്. അത് മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ, അസംബിൾഡ് ഇൻ ഇന്ത്യ. ജപ്പാനിൽ നിന്ന് ഓരോ സ്പെയർ പാർട്ടും കൊണ്ടത് അസംബിൾ ചെയ്തിട്ട് വാച്ച് കണ്ടുപിടിച്ചത്. അവിടെ നമ്മൾ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് 70 വർഷം കൊണ്ടാണെന്ന് ആലോചിച്ചോണം ഈ ലോകം. അപ്പൊ നമ്മുടെ ചിന്തകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഫാസ്റ്ററായിട്ട് ചിലപ്പോൾ ഉണ്ട്. ആ കാലഘട്ടത്തിൽ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരു കാലത്ത് വാച്ച് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇന്ന് ഇതേ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, ഇതേ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എൻ്റെ ലാപ്ടോപ്പിലോ എൻ്റെ ഫോണിലോ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ വാച്ചിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ മോർ ആൻഡ് മോർ കൺവീനിയൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺവീനിയൻ്റ് ആക്കുമ്പോൾ വാട്ട് ആം ഐ ഡൂയിങ്? ഐ ആം സേവിങ് മൈ ടൈം. അപ്പോൾ എനിക്ക് അതേ കാര്യങ്ങൾ 100 മടങ്ങിലും ചെയ്യാൻ പറ്റും. ഇപ്പം ശരിക്കും ഈ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത് ഓക്കെ തന്നെ. പക്ഷേ ഈ ഭീതിയുള്ള കുറേ ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡ്രൈവർലെസ് കാർ വരുമ്പോൾ
ജോലി നഷ്ടപ്പെടുന്ന ഡ്രൈവർമാർ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രാവൽ ഏജൻസികൾ എന്ന് പറയുന്ന ഏജൻസികൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും മൊബൈൽ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആപ്പുകളുടെ കുറേ ആപ്പുകൾ വന്നു. ജോലി നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പം അവരാണല്ലോ ശരിക്കും ഈ ഭീതിയിലാവുന്നത്. അപ്പോൾ അവർക്കൊരു മറുപടി എന്നുള്ള എന്താണ്? നമ്മുടെ എറണാകുളത്ത് ഒരു 30 കൊല്ലം മുമ്പ് വന്നാലേ മാളുകളില്ല, ഇല്ല, ചെറിയ ചെറിയ ഷോപ്പുകൾ, അച്ഛൻ അമ്മ ചിലപ്പം അവരുടെ മക്കൾ, ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 4 പേര് വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ. അതിൽ അനാദിക്കട എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, എല്ലാ സാധനവും കിട്ടുന്ന കടകളായി. അതെ. ഇന്നെന്താ അങ്ങനെ ഇല്ലാത്തത്? അവരുടെ മക്കൾക്കൊക്കെ ജോലി നഷ്ടപ്പെട്ടോ? അതായത് നമ്മളൊരു ഡിഫെൻസീവ് മോഡിലേക്ക് പോവാതെ നമ്മളതിനെ അവരെന്ത് ചെയ്തു? ഇന്ന് അതേ സ്ഥാനത്ത് അതേ ബിൽഡിങ്ങിൽ, എനിക്കറിയുന്ന കടയാണ്, പണ്ടൊരു അനാദിക്കട നടത്തിയിട്ടുള്ള ഇവിടുത്തെ ഒരാള്, ഇന്ന് അതേ സ്ഥലത്ത് വലിയൊരു മാളുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്നവർ എത്രയെന്നറിയോ? 200 സ്റ്റാഫാണ്. ആ 200 സ്റ്റാഫ് ഓരോ ഷിഫ്റ്റിലും വർക്ക് ചെയ്യുമ്പോൾ 3 ഷിഫ്റ്റിൽ 24 മണിക്കൂറാണ് റൺ ചെയ്യുന്നത്. എത്ര പേർക്കാണ് ജോലി കൊടുത്തത്? ഇവരുടെയൊക്കെ അടുത്ത ജനറേഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അന്ന് ഒരു ആള് ചിലപ്പോൾ ഒരു മുണ്ട് കൊടുത്ത് ഒരു തോർത്ത് വിട്ടിട്ട് സ്വന്തം തൂക്കി അല്ലെങ്കിൽ സ്വന്തം പാക്കറ്റിലാക്കിയിട്ട് വിറ്റതുപോലെ ഇന്നും ജീവിക്കണം നമ്മൾ ആഗ്രഹിച്ചാൽ അവിടെ നിന്നും ഉയർന്നൊരു സ്ഥലത്തേക്ക് യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ 8 മണി മുതൽ കൃത്യമായിട്ട് 8 മണിക്കൂർ മാത്രം വർക്ക് ചെയ്ത് മന്ത്ലി സാലറി മേടിച്ച് പോകുന്ന അവരുടെ അടുത്ത ജനറേഷൻസിലേക്ക് പോകും. അപ്പൊ ജോലികൾ റീഡിഫൈൻ ചെയ്യപ്പെടും, മാറാൻ തയ്യാറാവണം. അതെ, നമ്മൾ ചെയ്യണം. ആ റീഡിഫൈൻ ചെയ്യാൻ തയ്യാറാവുക, അത് സൊസൈറ്റീൻ്റെ ഭാഗമാണ്. അതാണ് ഡെവലപ്മെന്റ്. അതല്ലാതെ പണ്ടുണ്ടായിരുന്ന റോഡന്നെ ഇപ്പോഴും എനിക്ക് മതി എന്ന് വിചാരിക്കാൻ പറ്റുമോ? കേരളം മാത്രമേ ഉള്ളൂ വീതി കൂട്ടിയിട്ട് റോഡാക്കാൻ പോകുന്ന സമയത്ത് അത് വീതി വേണ്ട എന്ന് സെൻട്രൽ ഗവൺമെന്റ് എഴുതിയിട്ടുള്ള ഏക സ്റ്റേറ്റ് കേരളം എന്ന് ആലോചിച്ചു. അല്ല, അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം ഊബർ പോലുള്ള ഓൺലൈൻ ടാക്സികൾ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സേഫായിട്ടും ബുക്ക് ചെയ്തും വില കുറച്ചും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ അത് ഓടാൻ പാടില്ല, ഇവിടെ അത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഈ പറയുന്ന ഡ്രൈവർമാർക്കോ ഈ പറഞ്ഞ ആളുകൾക്കോ യൂബറിലേക്ക് മാറി അതിൽ കൂടുതൽ ഓട്ടം കിട്ടും. ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരി നിന്നിട്ട് 300 രൂപയ്ക്കോ 400 രൂപയ്ക്കോ ഓടുന്നതിന് പകരം 4000 5000 ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ സെറ്റപ്പ് ഇവിടെയുണ്ട്. അപ്പോൾ പക്ഷേ അതിന് ഗവൺമെന്റ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ മൂന്നാറൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റില്ല ഊബറിൽ. അപ്പോൾ ഈ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ മാറണം എന്നല്ലേ ഡോക്ടർ TPS ശരിക്കും പറയുന്നത്? ഇപ്പോൾ കേരളത്തിലെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അടുത്തുള്ള ഇപ്പോൾ ഗോവയിൽ പോയി കഴിഞ്ഞാലും മംഗലാപുരത്ത് പോയി കഴിഞ്ഞാലും ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഇതിനെ ഒപ്പോസ് ചെയ്തിട്ട് സാധിക്കില്ല, വിടരുത് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ തൽക്കാലം കുറച്ചു കാലം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവരൊക്കെ മാറും. കാരണം അവരുടെ തന്നെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമ്പോൾ ഇതല്ല വേണ്ടായിരുന്നു. ഇത് നമ്മളൊരു ഓർഗനൈസ്ഡ് സെറ്റപ്പിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ കട പൊളിച്ചിട്ട് നമ്മൾ വലിയൊരു മാൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സിനിമാ തിയേറ്റർ പണ്ടുണ്ടായിരുന്ന കൺസെപ്റ്റ് മാറിയിട്ട് ഇപ്പം മൾട്ടിപ്ലക്സ് തിയേറ്ററുകളാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് പണ്ട് ഒരു സിനിമ മാത്രം ഒരാഴ്ച ഓടി അത് 4 പ്രാവശ്യം ഓടുന്നത് പണ്ട് റീൽ വെച്ചായതുകൊണ്ടാണ്. ഇന്ന് ഡിജിറ്റൽ ആവുന്ന സമയത്ത് ഇയാൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ കൺസെപ്റ്റുകൾ മാറിയില്ലേ? ഇപ്പൊ നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നു റെന്റ് ബസ് എന്ന് പറയുന്ന ഒരു ആപ്പ് വെച്ചിട്ട് ഇവിടെ വെച്ച് എവിടെ പേർക്കും പോകാൻ പറ്റും? IRCTC വെച്ചിട്ട് എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല. ഇതൊക്കെ അല്ല, ഈ IRTC എല്ലാ സാധാരണക്കാരനും ഉപയോഗിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിട്ട് പോലുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ആരും ഈ നമ്മുടെ ആദ്യമായിട്ട് ഡിജിറ്റൽ ട്രാൻസ്ഫർ മാപ്പ് നമ്മുടെ ബാങ്കുകളിൽ നടക്കുന്നത് ഇവിടെ പ്രാബല്യത്തിൽ വന്നത് 2017-16 കാലഘട്ടത്തിൽ. ഈ ഡിമോണിറ്റൈസേഷൻ വന്ന സമയത്താണ് എല്ലാവർക്കും വേറെ ഒരു രക്ഷയില്ലാതെ. അന്ന് ആരും വിചാരിച്ചിട്ടില്ല റോഡ് സൈഡിൽ പിന്നെ വെജിറ്റബിൾ വിൽക്കുന്ന ആൾക്കാരുടെ UPI വരും എന്നുള്ള ആരും വിചാരിച്ചില്ല. അതുപോലെ ലോകത്തിൽ ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ലോകവുമായിട്ട് കമ്പയർ ചെയ്യാം. ഡിജിറ്റൽ മെക്കാനിസത്തിൽ ഇത്രയും കൂടുതൽ ഡിജിറ്റൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന വേറെ ലോകത്തിൽ ആരുമില്ല. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഭാവം ഉള്ളത്? നമ്മൾ പഠിക്കാനുള്ളതെല്ലാം പഠിക്കുന്നു. ഇന്ന് എല്ലാവർക്കും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിൽ ഒരു ഭാഷ അടിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലേക്കോ വേറെ ഭാഷകളിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇവിടെയൊക്കെ വരുന്ന കുറേ ആൾക്കാരെ കാണാം. പണ്ട് അവർ ചെറിയൊരു പോക്കറ്റ് ബുക്ക് കൊണ്ടുവരുന്നു, അതിനകത്ത് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് ജർമ്മൻ കാര്യം സംസാരിച്ചില്ല. ഇപ്പം അതല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് പറയും, അയാൾ ഉടനെ തന്നെ അത് ട്രാൻസ്ലേറ്റ് ഇയർഫോണിൽ കേൾക്കും. അത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ആൻസർ അങ്ങോട്ട് പറയും. എന്ത് നല്ലൊരു ലോകാന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ഭാഷ അറിയണ്ട, പണ്ട് ഭാഷ അറിഞ്ഞാലേ പോകാൻ. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ഭാഷ അറിയില്ലെങ്കിൽ എനിക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. കോൺഫിഡൻസ്, നമുക്ക് എവിടെ വേണമെങ്കിലും ലോകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. അതെ, നമുക്കിപ്പോൾ അറിയാൻ മേലാത്തൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ജസ്റ്റ് ആ ഒരു പിൻകോഡോ അല്ലെങ്കിൽ ആ നെയിമോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അവിടെ എത്താൻ പറ്റും. അവിടെ എത്താനുള്ള എല്ലാ വഴികളും, ലാംഗ്വേജ് അറിയാം, എല്ലാം വേണമെങ്കിൽ. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ വരുന്ന സമയത്ത് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാം എപ്പോഴാണെന്ന് ഓട്ടോമാറ്റിക്കലി എന്നെ അറിയിക്കും.
ഇപ്പോൾ 10:30 എന്നോട് പറയും ഇറ്റ്സ് ബെഡ് ടൈം ഗോ ആൻഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് വാച്ചിന് പറ്റിയത്. അപ്പോൾ എൻ്റെ സിസ്റ്റം കൃത്യമായിട്ട് അറിയാം ഞാൻ എപ്പോഴാണ് എൻ്റെ ഫോൺ സാധാരണയായിട്ട് പിന്നെ സ്ലീപ്പ് മോഡിലേക്ക് വിടുന്നത് എന്ന് ഫോൺ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഓരോ സംഭവങ്ങളും നമ്മൾ കൃത്യമായിട്ട്, ഇപ്പം ബോർഡിംഗ് പാസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോർഡിംഗ് പാസ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സമയത്താണ് നിങ്ങളുടെ ഫ്ലൈറ്റ്, ഇനി ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എനിക്ക് മെസ്സേജ് വരും, ദിസ് ഈസ് ടൈം ഫോർ യുവർ ടെലിഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കേണ്ട സമയമായി. എന്തൊക്കെ കൺവീനിയൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം. കൺവീനിയൻസ് അല്ലേ നമുക്ക് വേണ്ടത്. സാധാരണ മുമ്പുണ്ടായിരുന്ന ടി വിയിൽ നിന്ന് റിമോട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ടി വി എങ്ങനെ കൺട്രോൾ ചെയ്യാം, റിമോട്ട് വന്നത് മോശമായി എന്ന് ആരെങ്കിലും പറയും. ഇപ്പൊ ഡോക്ടർ പറയുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിക്കുക. നല്ലപോലെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ആരാണ് ഈ പിന്നെ ഡോഗ്സിനെയൊക്കെ ഭയപ്പെടുക? ഡോഗിന് നമ്മളെ ടൈം ചെയ്തിട്ട് നമ്മുടെ കൂടെ ഇരിക്കാണ്ടിരിക്കുമ്പോഴാണ്. അതുപോലെ ഞാൻ എൻ്റെ കൈവെക്കാൻ സാധിക്കാത്ത ഒരു സംഭവമായിട്ട് മാറിയിട്ട് ഞാൻ അതിനെ ചൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും അടുത്ത ജനറേഷൻ. അവർ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ഹാർംഫുൾ.